ഹലോ, നമസ്കാരം. വീഡിയോ ഒന്ന് പറ്റിയ ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മണിയും കൂടി അടിക്കുക. ഏയ്ഷ്. അപ്പോൾ നമുക്ക് വാഴയിലേക്ക് കിടക്കാം. വാഴ കണ്ടു. പടം ഇറങ്ങിയ സമയത്ത് തിയേറ്ററിലൊന്നും പോയിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ OTT വന്ന സമയത്താണ് ഞാൻ കണ്ടത്. ഒറ്റയ്ക്ക് കിടന്ന് കണ്ടു. എനിക്ക് പടം ഇഷ്ടപ്പെട്ടു കേട്ടോ. വളരെ നല്ലൊരു സിനിമയായിട്ടാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ നമുക്കെല്ലാവർക്കും അറിയാം, പടം തിയേറ്ററിൽ ഇറങ്ങിയ സമയത്ത് അതിഗംഭീര ഭീകര പോസിറ്റീവ് അഭിപ്രായങ്ങളൊക്കെ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. എൻ്റെ ഫ്രണ്ട്സൊക്കെയാണെന്നുണ്ടെങ്കിലും പോയി കണ്ടിട്ട് ഗംഭീര അഭിപ്രായങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നുണ്ടായിരുന്നത്. സോ ഈ പടം കാണാൻ പറ്റാതെ ദുഃഖിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് OTT വരുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഭയങ്കര എക്സ്പെക്റ്റേഷനൊക്കെ വെച്ചിട്ട് ഞാൻ ഈ പടം കാണാൻ കുത്തിയിരുന്നു. ഒരു തരത്തിലും എന്നെ അങ്ങോട്ട് ഈ സിനിമ നിരാശപ്പെടുത്തിയിട്ടില്ല. സാധാരണ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടൊക്കെ ഇരുന്ന് എക്സ്പെക്റ്റേഷനൊക്കെ തലയിൽ കൊണ്ട് കിടന്നിട്ട് ഒരു പടമൊക്കെ കാണുമ്പോൾ അത്രയ്ക്കൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് സങ്കടപ്പെടില്ലേ? അങ്ങനൊരു ഫീലിംഗ് എനിക്ക് പേഴ്സണലി തോന്നിയില്ല എന്ന് മാത്രമല്ല, എനിക്ക് വളരെ നല്ലൊരു സിനിമയായിട്ടാണ് വാഴ അനുഭവപ്പെട്ടത്. OTTയിൽ കണ്ടിട്ടു എൻ്റെ അനുഭവമാണ് പറയുന്നത്. നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അനുഭവം മേ ബി ഉണ്ടാവുമായിരിക്കും. പിന്നെ ഇതൊരു മുഴുനീള തമാശ സിനിമയൊന്നുമല്ല. ഓക്കെ, അങ്ങനെ ഇനിയിപ്പോൾ കാണാനിരിക്കുന്ന ആൾക്കാർ അത് പ്രതീക്ഷിക്കരുത്. ഇതൊരു മുഴുനീള തമാശ സിനിമയേ അല്ല. ഇത് തമാശയൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. പക്ഷെ ഒരു തമാശ സിനിമ എന്നുള്ളതിനെക്കാട്ടിലൊക്കെ ഉപരി ഇതിൻ്റെ അകത്ത് നല്ലൊരു കണ്ടൻ്റ് ഉണ്ട്. ആ നല്ലൊരു കണ്ടൻറ്റിനെ അവർ വളരെ വൃത്തിക്ക് അവതരിപ്പിച്ചിട്ടും ഉണ്ട്. ഇപ്പം ഇതിൻ്റെ സെക്കൻഡ് ഹാഫിലേക്കൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് എനിക്ക് ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റി. പല സീൻസിലും എനിക്ക് കരച്ചിലൊക്കെ വരുന്ന സാഹചര്യം ഉണ്ടായി. ഇതിപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഈ സിനിമയിൽ കാണുന്ന പോലത്തെ സാഹചര്യത്തിലൂടെ ഒന്നും ഞാൻ പോയിട്ടില്ല. എനിക്കിപ്പോൾ എൻ്റെ പാരൻസിൻ്റെ ഒന്നും അത്തരത്തിലുള്ള അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ വളരെ ഹാപ്പി ആയിട്ടാണ് എൻ്റെ പഠിത്ത കാലഘട്ടത്തിലൊക്കെ പോയിക്കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്. ഐ വാസ് ഹാപ്പി. ബട്ട് സ്റ്റിൽ ഈ സിനിമയ്ക്കകത്ത് ഈ കോട്ടയം നസീറിൻ്റെയൊക്കെ മകൻ്റെ അവസ്ഥയൊക്കെ കണ്ടിട്ട്, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ സീനൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമൊക്കെ വരാൻ തുടങ്ങിയെന്നേ. എനിക്കത് ഇമോഷണലി ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഒരു സീൻ എനിക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റി. ആ ഒരു വിഷമം അല്ലെങ്കിൽ ആ ഒരു വികാരം എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റി. അത് നന്നായിട്ട് അവർ എടുത്തും വെച്ചിട്ടുണ്ട്, ഷൂട്ട് ചെയ്തും വെച്ചിട്ടുണ്ട്. ആൻഡ് എന്താ പറയുക, അതിൽ അഭിനയ പ്രകടനങ്ങളാണെന്നുണ്ടെങ്കിലും അത്ഭുതപ്പെടുത്തി. വിഷ്ണു എന്നാണോ പയ്യൻ്റെ പേര്? വിഷ്ണു ആണോ അശ്വിനോ? എന്താ എനിക്ക് പേര് കിട്ടുന്നില്ല. കോട്ടയം നസീറും കലക്കി. കോട്ടയം നസീറിൻ്റെ മകനായിട്ട് അഭിനയിച്ച പുള്ളിക്കാരനാണെങ്കിലും വളരെ നന്നായിട്ട് ആ ഒരു പെർട്ടിക്കുലർ സീന് ചെയ്തിട്ടുണ്ട്. ആ വീട്ടിൽ വെച്ചിട്ടുള്ളൊരു സീനാണ്. അതിൽ കോട്ടയം നസീറിൻ്റെ ഭാര്യയെ തല്ലുന്ന സമയത്ത് മറ്റേ കോട്ടയം നസീറിൻ്റെ മകനായിട്ട് അഭിനയിച്ച പുള്ളിക്കാരനൊരു ഒരു നിസ്സഹായാവസ്ഥയൊക്കെ ഉണ്ട്, മനസ്സിലായില്ലേ? ആ സമയത്തുള്ള ആ ഒരു മാനസികാവസ്ഥയും ആ ഒരു വിഷമവും അത് ഉൾക്കൊണ്ട് അഭിനയിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള പരിപാടിയൊന്നുമല്ല. ആ ഒരു പെർട്ടിക്കുലർ ഷോട്ട് നല്ല കഷ്ടപ്പാടാണ്. അത് പുള്ളി നല്ല ഗംഭീരമായിട്ട് വളരെ കൺവിൻസിങ് ആയിട്ടുള്ള രീതിയിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. എനിക്കത് ഭയങ്കരമായിട്ട് അങ്ങ് കൊണ്ടു ആ ഒരു സീന്. അത് കോട്ടയം നസീറാണെന്നുണ്ടെങ്കിലും കിഡിലിനായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, മറ്റേ അസീസിക്കൊക്കെ എന്തൊരു പ്രകടനമാണ്. പുള്ളിയൊക്കെ നല്ലൊരു നടനാട്ടോ. പുള്ളിയൊക്കെ അടിപൊളി നടനാണ് പുള്ളിക്കാരൻ. അത് കണ്ണൂർ സ്ക്വാഡൊക്കെ ഇറങ്ങിയ സമയത്താണെങ്കിലും പുള്ളിയെക്കുറിച്ച് ഞാൻ എന്നല്ല, ഒട്ടുമിക്ക ആൾക്കാരും റിവ്യൂ ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ പുള്ളിയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. പുള്ളി നല്ലൊരു നടനാണ്. ഈ ഒരു സിനിമയ്ക്കകത്താണെന്നുണ്ടെങ്കിലും പുള്ളി നല്ല അസാധ്യ പെർഫോമൻസ് ആയിരുന്നു. സിജു സണ്ണി അല്ലേ പുള്ളിയുടെ പേര്? പുള്ളിയുടെ ഫാദറായിട്ട് അഭിനയിച്ച ആളാണ് അസീസ്. അടിപൊളിയായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. മറ്റേ ഇവരൊരു കല്യാണത്തിന് പോകുന്ന സമയത്ത് ഒരു സീനുണ്ട്. അതിൽ അയാൾ ഗംഭീര പ്രകടനമായിരുന്നു. കോരിത്തിരിക്കുക അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് അയാളുടെ പെർഫോമൻസിൽ എനിക്ക് ഭയങ്കരമായിട്ട് കിട്ടി. പിന്നെ എന്താ പറയുക, ഈ സിജു സണ്ണിയും അസീസും സ്റ്റേജിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അതൊരു സീനുണ്ട്. അതൊരു ഇമോഷണൽ ആയിട്ടുള്ളൊരു മിക്സ്ഡ് ഇമോഷൻ എന്നൊക്കെ നമ്മൾ പറയില്ല, ആ ഒരു സീനാണത്. അത് ഭയങ്കരം. അത് സിജു സണ്ണിയുടെ മുഖത്ത് വന്നിട്ട് ആ ഒരു എക്സ്പ്രഷൻ ആണെങ്കിലും, അസീസിയുടെ മുഖത്ത് വന്നിട്ടുണ്ടായിരുന്ന ഒരു എക്സ്പ്രഷൻ ആണെങ്കിലും, ആ ഒരു അഭിനയ പ്രകടനമൊക്കെ ആണെന്നുണ്ടെങ്കിലും
അടിപൊളിയായിരുന്നു. ഇതൊക്കെ എടുത്ത് പറയേണ്ട കാര്യങ്ങളാട്ടോ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ എടുത്ത് പറയുന്നത്. പിന്നെ പിന്നെ നോവിച്ചേട്ടനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിച്ചതെന്ന് പറയാൻ കാരണം, നോവിച്ചേട്ടനെയൊക്കെ നമ്മൾ ഫുള്ള് ഒരു തമാശ, അല്ലെങ്കിൽ പുള്ളിയെ കൊണ്ട് തമാശയെ പറ്റുള്ളൂ, അല്ലെങ്കിൽ പുള്ളീനെ ഒന്നും ഒരു നല്ല ഗഡിലൻ നടനായിട്ടൊന്നും കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ആ ഒരു ലീഗിലേക്കൊന്നും പുള്ളിനെ കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു സിനിമയിലേക്ക് വരുന്ന സമയത്ത് പുള്ളിയുടെയും നല്ലൊരു കഥാപാത്രമായിരുന്നു. പുള്ളി അത് നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഈ ആഹാരം കഴിക്കാനിരിക്കുന്ന സമയത്ത് പുള്ളിയുടെ മകനെ വേണ്ടിയിട്ട് എന്തോ ബിസിനസ്സിൻ്റെ കാര്യമൊക്കെ ഇവരുടെ അച്ഛൻ്റെ അടുത്തൊക്കെ സംസാരിക്കുന്നൊരു സീനൊക്കെ ഉണ്ട്. ആ ഒരു സാഹചര്യത്തിൽ മൂപ്പരുടെ ഒരു ബോഡി ലാംഗ്വേജ്, അല്ലെങ്കിൽ മൂപ്പരുടെ ഒരു ഫേഷ്യൽ എക്സ്പ്രഷനും പരിപാടിയൊക്കെ ഉണ്ട്. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സീനാണ്. ഇതൊക്കെ ഈ ഇമോഷൻ എന്ന് പറയുന്നൊരു സംഭവം, അഭിനയമല്ലേ ഈ ഇമോഷൻ എന്നൊക്കെ പറയുന്ന സാധനം. മനസ്സിലത് ആദ്യം ഉണ്ടാക്കിയെടുക്കണം. ആ ഒരു സാഹചര്യം, ആ ഒരു സീനൊക്കെ മനസ്സിലുണ്ടാക്കിയെടുത്തിട്ട് ഇത് പ്രകടനത്തിലേക്ക് വരുന്ന സമയത്ത് അത് എക്സിക്യൂട്ട് ചെയ്യണ്ടേ. അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര അത്ഭുതമാണ്. എന്താ പറയുക, നടന്മാരൊക്കെ ചെയ്യുന്ന കാണുന്ന സമയത്ത് അത് അത്ര എളുപ്പമുള്ള പരിപാടിയല്ല കേട്ടോ. ഇതൊരു ക്യാമറയുടെ മുമ്പിൽ ഇങ്ങനെ അഭിനയിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ നോബി ചേട്ടനൊക്കെ ആണെങ്കിൽ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ പറയണ കേട്ടോ, നിങ്ങൾ ഈ സിനിമയിൽ ഞാൻ ഇരുന്ന് പ്രൊമോട്ട് ചെയ്യുക അങ്ങനെയൊന്നും വിചാരിക്കരുത് കേട്ടോ. എനിക്ക് ഈ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കരമായിട്ട് പലയിടങ്ങളിലും ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. സോ ആ തരത്തിലാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു തമാശ സിനിമ എന്നുള്ള രീതിയിൽ മാത്രം കണ്ടുകൊണ്ടല്ല ഞാൻ ഇഷ്ടപ്പെടുന്നത്. തമാശയ്ക്ക് ഒരു പാർട്ട് മാത്രമാണ് ഈ ഒരു സിനിമയുടെ തമാശ. ഓഫ് കോഴ്സ് യെസ്, വി ക്യാൻ എൻജോയ് ദ കോമഡി. പക്ഷേ ഇതിൻ്റെ അത് ലാസ്റ്റ് വരെ ചിരിക്കാവുന്ന രീതിയിൽ നിങ്ങളിത് കാണരുത്. എനിക്കിത് ഈ സിനിമ ഇഷ്ടപ്പെടാനുള്ളൊരു കാരണം കോമഡിയും ഇവിടെയൊന്നുമല്ല. എനിക്കിതിൻ്റെ അകത്തുള്ള ഇമോഷൻ, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള കഥാപാത്രങ്ങളുടെ ഇമോഷൻ, അവരുടെ പ്രകടനങ്ങൾ, അല്ലെങ്കിൽ അവരുടെ സാഹചര്യങ്ങൾ, അത് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അത് ഡയറക്ടറാണെങ്കിലും അഭിനയിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിലും വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. സോ ആ രീതിയിലൊക്കെ നോക്കുന്ന സമയത്ത് ഇത് നല്ലൊരു സിനിമയാണ്, നല്ലൊരു കോണ്ടൻ്റാണ്. പിന്നെ ഇതൊക്കെ റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കോട്ടയം നസീറിനെ പോലത്തെ അച്ഛന്മാരൊക്കെ ഈ നാട്ടിൽ കുറേ ഉണ്ടാവും, ഒബ്വിയസ്ലി ഉണ്ടാവും. അതേപോലെ തന്നെ ആ മൂപ്പരുടെ മകനായിട്ട് അഭിനയിച്ച പുള്ളിക്കാരൻ്റെ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ആൾക്കാരൊക്കെ ഒരുപാടുണ്ടാവും. അവർക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നൊരു സിനിമയാണ്. അതേപോലെ നോബിച്ചേട്ടൻ്റെ കഥാപാത്രം വളരെ ഫ്രണ്ട്ലിയാണ്. ലൈക്ക് അങ്ങനെ മകനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാളൊന്നുമല്ല. അതും റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നൊരു കഥാപാത്രമാണ്. അസീസിക്കടെ റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കഥാപാത്രമാണ്. ഇവരൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട്. എല്ലാവരെയും ബാക്കിയുള്ളവരും ഞാൻ എടുത്ത് ഈ അച്ഛന്മാരെ കുറിച്ച് പറഞ്ഞിട്ട് മക്കളെ കുറിച്ച് പറഞ്ഞില്ല. ജോയ് മോൻ ആസ് യൂഷ്വൽ കിടന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സിജു സണ്ണി, പിന്നെ സഫ്വാനൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ മറ്റേ കോട്ടയം നസീറിൻ്റെ മകനായിട്ട് അഭിനയിച്ചിട്ട് പുള്ളിക്കാരൻ. പിന്നെ ജഗദീഷ് ഏട്ടൻ വിട്ടുപോയി, ഐ ആം റിയലി സോറി. ജഗദീഷ് ഏട്ടൻ്റെ ഒരു ഡയലോഗ് ഡെലിവറി ഉണ്ട്. മറ്റേ ആ സീന് ഞാൻ പറയുന്നില്ല, കാണാത്ത ആൾക്കാർക്ക് ഞാൻ ആ സീന് പറയുന്നില്ല. ലാസ്റ്റ് ഈ സഫ്വാനും ജഗദീഷ് ഏട്ടനും തമ്മിലൊരു കോമ്പിനേഷൻ സീനാണ്. ആ സമയത്ത് ഒരു ഡയലോഗ് പുള്ളി പറയുന്നുണ്ട്. ആ ഡയലോഗും ആ കഥാപാത്രവും ഒക്കെ ഒരുപാട് ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നൊരു സംഭവമാണ് അതൊക്കെ. അപ്പോൾ ഓവറോൾ ഇത് നല്ലൊരു സിനിമയാണത്. ഇത് എന്താ പറയുക, എനിക്ക് നിങ്ങളുടെ കാര്യം അറിയില്ല. ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ തിയേറ്ററിൽ കാണാത്ത ആൾക്കാരുണ്ടാവുമല്ലോ. തിയേറ്ററിൽ നിന്ന് ഭയങ്കര പോസിറ്റീവ് അഭിപ്രായമൊക്കെ കേട്ട് എന്നെ പോലെ തന്നെ വളരെ എക്സൈറ്റഡ് ആയിട്ട് ഈ സിനിമ കാണാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ട് ചിലപ്പോൾ ആ പോസിറ്റീവിൻ്റെ അത്ര വന്നില്ലല്ലോ എന്ന് തോന്നുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്നുള്ളത് ഇപ്പോൾ OTT ഇറങ്ങിയതിന് ശേഷം പലരുടെ അഭിപ്രായം പല റിവ്യൂവിൻ്റെ താഴെയും കാണുന്ന സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പലരും എന്താ പറയുക, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾ പറഞ്ഞ പോലെ ഒന്നുമല്ലല്ലോ, അല്ലെങ്കിൽ അത്ര പോസിറ്റീവ് ഒന്നുമില്ല, അത് ഇതെന്നൊക്കെയുള്ള രീതിയിൽ അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഫേസ്ബുക്കിലൊക്കെ ആണെന്നുണ്ടെങ്കിലും കുറേ മിക്സഡ് അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ നെഗറ്റീവ് അഭിപ്രായങ്ങളൊക്കെ ഈ സിനിമയെ കുറിച്ചിട്ട് ഇപ്പോൾ OTTക്ക് ശേഷം വരുന്നുണ്ട്. അതൊക്കെ ഇഷ്ടപ്പെടാത്തതും ഇഷ്ടപ്പെടുന്നതും ഒക്കെ ഓരോ ആൾക്കാരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇതിപ്പോൾ ഈ പോസിറ്റീവ് പറഞ്ഞ ആൾക്കാരെ ചീത്ത വിളിക്കുന്നതിനോട് എനിക്ക് യോജിപ്പൊന്നുമില്ല. അതൊക്കെ ഓരോ ആൾക്കാരുടെ അഭിപ്രായമായിട്ട് മാത്രം കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ചീത്ത വിളിക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാർ മനസ്സിലാക്കുക. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഫേസ്ബുക്കിൻ്റെ അകത്ത് കണ്ട ഒരു സംഭവമാണ്, ഒരു വെർബൽ ട്രോള്. അതാ മറ്റേ കോട്ടയം നസീറിൻ്റെ മകനും തമ്മിൽ ആ വീട്ടിലുള്ളൊരു സീനുണ്ടല്ലോ, അതൊരു ഇമോഷണൽ സീനാണ്. അതിഗംഭീര വൃത്തികെട്ട മാനസികാവസ്ഥയിലൂടെയൊക്കെ നിൽക്കുന്ന ഒരു പ്രകടനമാണത്, മനസ്സിലായില്ലേ? അതിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രകടനമാണ്, അല്ലെങ്കിൽ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ളൊരു സീനാണ്. ആ സീനിനെ ട്രോളിക്കൊണ്ടൊരു ഒരു ട്രോൾ പോസ്റ്റ് ഞാൻ കണ്ടായിരുന്നു.
എന്തോ അഭിനയം ഓവറായി അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സംഭവം കണ്ടു. അത് അയാൾക്ക് തോന്നിയൊരു ആ ട്രോൾ ചെയ്ത ആൾക്ക് തോന്നിയൊരു കാര്യമായിരിക്കാം. പക്ഷെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പടം ഇഷ്ടപ്പെട്ടില്ല, ഓക്കെ, ഇതിൻ്റെ അകത്ത് ഇതിലൊരു ഇമോഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആ പ്രകടനത്തിൻ്റെ ഇമോഷൻ, ആ കഥാപാത്രത്തിൻ്റെ സാഹചര്യം അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അല്ലാണ്ട് ആ ഒരു പ്രകടനത്തിനെ അല്ലെങ്കിൽ അയാളുടെ ഒരു അഭിനയത്തെ കളിയാക്കാതിരിക്കൂ, അല്ലെങ്കിൽ അതിനെ ട്രോൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കൂ. അതൊന്നും വിചാരിക്കണമല്ലാത്ര എളുപ്പമുള്ളതല്ല. ഇപ്പം ഞാൻ അഭിനയിക്കാനും ഒക്കെ താല്പര്യപ്പെടുന്ന ഒരാളാണ്, ആക്ടറാവാനൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ്. സോ ഈ നമ്മൾ പല കാര്യങ്ങളും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കും. ഇങ്ങനെ ആ സീൻ ഈ സീനൊക്കെ അഭിനയിക്കാനൊക്കെ നോക്കുന്ന സമയത്ത് പല സാധനങ്ങളും നമ്മൾ റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര കഷ്ടമാണ് അത് ചെയ്യാൻ, മനസ്സിലായ? ഭയങ്കര കഷ്ടമാണ്. ചില സീനുകളൊക്കെ റീക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് നടക്കൂല, അങ്ങനെ കഷ്ടപ്പാടായിരിക്കും. അപ്പം ആ പ്രകടനങ്ങളെയൊക്കെ കളിയാക്കാതിരിക്കുക, അല്ലെങ്കിൽ അതൊക്കെ ട്രോൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത് പ്രത്യേകിച്ച് ഈ ഒരു സിനിമയ്ക്കകത്തുള്ള ആ ഒരു സാഹചര്യം മനസ്സിലാക്കിയിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കൂ. ഇഷ്ടപ്പെടാത്തത് വേറെ കാര്യം, ആ പ്രകടനത്തിനെ കളിയാക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ആ പ്രകടനത്തിനും ആ സാഹചര്യത്തിനും ഒരു ഇമോഷൻ ഉണ്ട്. അതൊക്കെ ഒരുപാട് ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതൊന്നും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊന്നും അനുഭവിക്കാത്ത ആൾക്കാർക്ക് ചിലപ്പോൾ ഇതൊക്കെ ഭയങ്കര ഓവറായിട്ടും അല്ലെങ്കിൽ അയ്യേ എന്നൊക്കെ ആയിട്ട് തോന്നും. പക്ഷെ അതൊരു റിയാലിറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അപ്പോൾ ആ ഒരു ഇമോഷനെ റെസ്പെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. ഞാൻ എന്തെങ്കിലുമൊക്കെ പറയാൻ വിട്ടു പോയിട്ടുണ്ടോ ഇതിൻ്റെ അകത്ത്? അപ്പോൾ ഓവറോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. നല്ലൊരു സിനിമ, നല്ലൊരു കണ്ടൻറ്റും കൂടിയിട്ടുണ്ട്. വീണ്ടും പറയണം, ഭയങ്കര മുഴുനീള തമാശ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരിക്കലും ഈ ഒരു സിനിമ അങ്ങനെ ഒരു എക്സ്പെക്റ്റേഷൻ വെച്ചിട്ട് നിങ്ങൾ OTT-യിൽ കാണാൻ കൂട്ടിയിരിക്കരുത്. നിങ്ങൾ ചിലപ്പോൾ ഡിസാറ്റിസ്ഫൈഡ് ആവാൻ സാധ്യതയുണ്ട്. തമാശ ഉണ്ട് ഇതിൻ്റെ അകത്ത്, നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ അതിനെക്കാട്ടിലൊക്കെ ഉപരി ഇതിൻ്റെ അകത്തൊരു കണ്ടൻറ് ഉണ്ട്. ഇതിൻ്റെ അകത്തുള്ള അച്ഛന്മാരായിട്ട് അഭിനയിച്ചിട്ടുള്ള കഥാപാത്രങ്ങൾ ആ നല്ല ഡെപ്തുള്ള കഥാപാത്രങ്ങളാണ്. ആ മക്കളുടെ ഇമോഷൻസ് ആണെന്നുണ്ടെങ്കിലും അതാണ് അവിടെയാണ് മനസ്സിലായത്. അത് നിങ്ങൾക്ക് കാണുന്ന സമയത്ത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾ ആ സെൻസിൽ ഈ സിനിമയൊന്ന് കണ്ടു നോക്കൂ. ഇതെൻ്റെ അഭിപ്രായമാണ്. സിനിമ നിങ്ങൾ തിയേറ്ററിൽ കണ്ടിട്ടില്ല, OTT-യിലും കണ്ടിട്ടില്ല, OTT-യിൽ കാണാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളൊന്ന് ആ സിനിമേനെ OTT-യിൽ അപ്രോച്ച് ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. നിങ്ങൾ അതൊന്ന് കണ്ടതിന് ശേഷം വന്നിട്ടൊന്ന് അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എൻ്റെ ഈ വീഡിയോൻ്റെ താഴെ വന്ന് ചെയ്തതെന്ന് തെറിവിന് വിളിക്കാനൊരു കാര്യമില്ല. എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടാവും, അത് പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ. പിന്നെ OTT ഈസ് ഡിഫറെൻറ്റ്, തിയേറ്റർ ഈസ് ഡിഫറെൻറ്റ്. ഇത് പറയുന്ന സമയത്ത് പുച്ഛിച്ചിട്ട് കാര്യമില്ല. രണ്ട് സംഭവങ്ങൾ തന്നെയാണ്. തിയേറ്ററിൽ ഒരു ക്രൗഡിൻ്റെ കൂടെ ഒരു ക്രൗഡിൻ്റെ റിയാക്ഷൻ അല്ലെങ്കിൽ ഒരു ക്രൗഡിൻ്റെ ഇമോഷനും കൂടി അനുസരിച്ചിട്ട് സൈക്കോളജിക്കലി നമ്മളും ആ ഒരു സിനിമേനെ ആ തരത്തിൽ അറിഞ്ഞു പറയാതെ അപ്രോച്ച് ചെയ്യും. ഒരു കുറച്ച് ശതമാനം, ഫുള്ളെന്ന് പറയുന്നതിൽ ഒരു കുറച്ച് ശതമാനം നമ്മൾ അപ്രോച്ച് ചെയ്യും. അപ്പം അതിൻ്റെയും കൂടി അടിസ്ഥാനത്തിലായിരിക്കും നമുക്കൊരു സിനിമ തിയേറ്ററിൽ ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നത്, മനസ്സിലായ? OTT എന്ന് പറയുന്നത് നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഒരു ഫോണിലിരുന്ന് കാണുക. അപ്പോൾ നമ്മൾ ആ രീതിയിൽ കാണുന്ന സമയത്ത് തിയേറ്ററിൽ കിട്ടുന്നൊരു വികാരവും അല്ലെങ്കിൽ തിയേറ്ററിൽ ഉണ്ടാകുന്നൊരു എക്സ്പീരിയൻസും ഇവിടെ OTT-യിലേക്ക് വരുന്ന സമയത്തുള്ളൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നല്ല വ്യത്യാസമുണ്ട്. അത് മനസ്സിലാക്കിയേ പറ്റൂ. ഇപ്പം നിങ്ങൾക്ക് ഒരു പടം കാണാൻ താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളത് എന്താ പറയുക, OTT-ക്ക് വേണ്ടി കാത്തിരിക്കേണ്ട കാര്യമില്ല, തിയേറ്ററിൽ കാണാൻ വേണ്ടി ശ്രമിക്കൂ. ഇത് പറയാൻ കാരണം, ഇത് തിയേറ്ററിൽ കാണാണ്ട് പിന്നെ തിയേറ്ററിൽ ഏതെങ്കിലും പടം വന്ന് നല്ല അഭിപ്രായങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ പിന്നെ OTT-യിൽ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ ഇരുന്നിട്ട് ഇവിടെ തിയേറ്ററിൽ കണ്ടിട്ട് നല്ല അഭിപ്രായം പറഞ്ഞ ആൾക്കാരെ പിന്നെ ചീത്ത വിളിക്കാൻ നിന്നിട്ട് യാതൊരു കാര്യമില്ല. അതുകൊണ്ട് പറഞ്ഞതാണ്, ഞാൻ ഫാക്റ്റ് സ്പിറ്റ് ചെയ്തതാണ്. അല്ലാണ്ട് ഇത് പറയുമ്പോൾ നമ്മുടെ അഹങ്കാരമാണെന്നുള്ളത് നിങ്ങൾ വിചാരിക്കരുത്. അഹങ്കാരമൊന്നുമല്ല, ഫാക്റ്റ് പറഞ്ഞതാണ്. ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമ ഒരു ഉദാഹരണമാണ്. ആ സിനിമ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു, അടിപൊളി സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് തോന്നാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ അത് ഭീകര സിനിമ ആയതുകൊണ്ടൊന്നുമല്ല. അതെന്താണ്, ഫസ്റ്റ് ഹാഫ് എന്നൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞാൽ വളരെ സ്ലോ പേസിലാണ് ആക്ച്വലി പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. പിന്നെ നിവിൻ പോളി വന്ന സമയത്ത് പടം ഓണായി, കത്തി. പിന്നെ അവിടെ നിങ്ങളുടെ അവസാനം വരെ ഭയങ്കര എൻഗേജിങ് ആയിരുന്നു, ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. അപ്പോൾ പടം കഴിഞ്ഞ സമയത്ത് എന്താണ്, നമ്മൾ ആ ഒരു നിവിൻ പോളി പോർഷൻ അല്ലെങ്കിൽ നിവിൻ പോളി വന്നതിന് ശേഷം ഇങ്ങോട്ടുള്ള പോർഷൻസാണ് നമ്മൾ കൂടുതലും ഓർത്ത് വെക്കുന്നത്. സോ അങ്ങനെ വന്ന് കുത്തിയിരുന്നിട്ട് റിവ്യൂ ചെയ്യുന്ന സമയത്ത് നിവിൻ പോളിയാണ് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. സോ അങ്ങനെയാണ് നമ്മളൊക്കെ ആ സിനിമയെ കുറിച്ചിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ
പറഞ്ഞ്. പക്ഷെ നേരെ അത് തിയേറ്ററിലായതുകൊണ്ടാണ് കേട്ടോ, അത് തിയേറ്റർ വൈബിൽ ഇരുന്നുകൊണ്ടാണ് ആ സിനിമയ്ക്ക് പോസിറ്റീവ് പറഞ്ഞത്. പക്ഷെ നേരെ പറഞ്ഞത് OTT ആണെന്നുണ്ടെങ്കിൽ എന്താണ്, നിവിൻ പോളിയുടെ പോർഷൻ എത്തുന്ന വരെ കാണാനുള്ള ക്ഷമയും കൂടി വേണം. കാരണം ഫസ്റ്റൊക്കെ വളരെ സ്ലോ പേസിൽ വേറൊരു മൂഡിലാണ് സിനിമ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ OTTയിലാവുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് തന്നെ സ്കിപ്പ് ചെയ്ത് ചടയ്ക്കും. ചടച്ചിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് പിന്നെ നിവിൻ പോളിയുടെ വരുന്ന സമയത്ത് പിന്നെ കാണാനുള്ള മൂഡൊന്നും ആക്ച്വലി ഉണ്ടാവില്ല. അപ്പം അങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ട് OTTക്ക് തിയേറ്ററിൽ. അതാണ് ഞാനതൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞതെന്ന് മാത്രം. അപ്പോൾ ഇതൊക്കെയൊക്കെ പറയാനുള്ളൂ, കൂടുതലൊന്നും പറഞ്ഞ് വലിച്ച് നീട്ടുന്നില്ല. അപ്പോൾ വാഴ ഒരു നല്ല സിനിമ, എല്ലാവരും നന്നായി ചെയ്തു, നന്നായിട്ടത് എടുത്തും വെച്ചിട്ടുണ്ട്. അപ്പോൾ ബൈ, ടേക്ക് കെയർ.